ചിലപ്പോഴൊക്കെ യാത്രക്കിടയിൽ നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാൻ കിട്ടും. ഇതിപ്പോൾ രണ്ട് കടലുകളുടെ ഇടയിലൂടെയുള്ള യാത്രയിൽ കടലമ്മ ഞങ്ങളോട് പറഞ്ഞതാണ് ഞങ്ങളെ ഞെട്ടിച്ചത്, ഞങ്ങളുടെ കണ്ണ് തുറന്നത്. കടലമ്മ പറഞ്ഞു, എന്നിൽ നിറയെ ഉപ്പായിക്കോട്ടെ, പക്ഷേ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതം മധുരിതമായിരുന്നാൽ മതി എന്നാണ്. അങ്ങനെ ഇത് ഡേ 2 ആണ്. നമ്മളിപ്പോൾ ധനുഷ്കോടിയിലേക്ക് പോവുകയാണ്. രാമേശ്വരത്ത് നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇത്ര നേരത്തെ ഇറങ്ങാൻ കാര്യം ഫസ്റ്റ് സൺറൈസ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 6 മണിയാകുമ്പോൾ അവിടുത്തെ ഏതോ ഒരു റെയിൽവേ ക്രോസ് തുറക്കുമെന്ന് കേട്ടു. അപ്പോൾ നമുക്ക് തുറന്ന ഉടനെ ഫസ്റ്റ് പേഴ്സൺ ടു റീച്ച് ദി എൻഡ് എന്നുള്ള രീതിയിൽ എത്താൻ വേണ്ടിയിട്ടാണ്. രാവിലെ പോയാലേ നമുക്ക് ആ ഒരു ക്രൗഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. മാക്സിമം ക്രൗഡ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനത്തിൽ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് വരാം. രാവിലെ ഇറങ്ങുമ്പോൾ വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ. കാറ്റുണ്ട്, നല്ല അടുത്ത് തൊട്ടിപ്പുറത്ത് തന്നെ കടലായതുകൊണ്ട് കാറ്റുണ്ട്. തിരിച്ചു കഴിയുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം റൂമിൽ പോയാൽ. അപ്പം ഈ റൈഡിങ് ഗിയറൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇവിടെയാണെങ്കിൽ ഭയങ്കര ക്രൗഡഡാണ് ഓരോ ഹോട്ടലുകളും എല്ലാം. എന്തോ ആൾക്കാർ രാവിലെ കടലിലേക്ക് പോവുക. എന്തോ റിച്വലാണ് രാവിലെ തന്നെ. ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു 100 മീറ്റർ മുമ്പേക്ക് പോയാൽ ഒരു ലെഫ്റ്റ് കാണും. ആ ലെഫ്റ്റ് എടുത്ത ഫുൾ സ്ട്രെച്ച് നേരെ ധനുഷ്കോടിയിലേക്കാണെന്നാണ് തോന്നുന്നത്. 19 കിലോമീറ്റേഴ്സിൽ ധനുഷ്കോടി എത്തുമെന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. ലെഫ്റ്റ് എടുക്കുക, ഫുള്ള് നേരെ വെച്ച് പിടിക്കുക. റോഡ് അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ പട്ടികളെ സൂക്ഷിക്കണം. രാവിലെ പട്ടികൾ ഇഷ്ടം പോലെ കുറുകെ ചാടുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ 6 മണിക്ക് കടത്തി വിടുള്ളൂ മോസ്റ്റ് പ്രോബബിളി. സെക്യൂരിറ്റി ചേട്ടൻ നിൽക്കുന്നുണ്ടല്ലോ. 6 മണി ആയില്ല, 6 മണിക്കേ തുറക്കും. ഇത് റെയിൽവേ അല്ല, ജസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റ് പോലെയാണെന്ന് തോന്നുന്നു. റെയിൽവേ ക്രോസ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റാണ്. എനിക്ക് തോന്നുന്നു 2 സൈഡും കടലും നാരോ റോഡും ആയതുകൊണ്ട് ഇരുട്ടത്ത് കയറ്റി വിടാതിരിക്കാനാണ് ഈ ഒരു 6 മണി ടൈം വെച്ചത്. അത് നല്ലൊരു സേഫ്റ്റി പ്രിക്കോഷനാണ് എന്തായാലും. അപ്പോൾ ഗൈസ്, നമ്മളിതാ പോകുന്നു ടു ദി ടിപ്പ് ഓഫ് ഇന്ത്യ. കന്യാകുമാരി ഒരു ടിപ്പാണ്, ഇത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തന്നെയാണെന്ന് തോന്നുന്നു എക്സാക്ട് എക്സ്റ്റെൻഡ് ടിപ്പ്. കാരണം അതിൻ്റെ അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ 18 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ശ്രീലങ്ക. അവിടെ നിന്നാൽ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. പോയി നോക്കാം. ബാസി ഫുൾ ഓൺ സ്വെറ്ററൊക്കെ ഇട്ടാൽ അതാ തണുപ്പായിരിക്കും തോന്നുന്നത്. ഇപ്പോൾ ചൂടടിക്കുന്നുണ്ടോ? This is Dhanushkodi for you, man. Oh my god, mesmerizing. Woo! Picture perfect എന്ന് പറഞ്ഞാൽ ഇതാ. നല്ല കാറ്റുണ്ട്, വണ്ടി ആടി ഉലയുന്നുണ്ട്. നമ്മൾ അറ്റത്തെത്തി കേട്ടോ. അതാണ് ആ ടിപ്പ്. ആൾക്കാരൊക്കെ അവിടെ കൂടി തുടങ്ങി. അതാ മോനെ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ഇത്. ലെഫ്റ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാൾ, റൈറ്റ് സൈഡിൽ ഇന്ത്യൻ ഓഷ്യൻ, മെയിൻലാൻഡ്. ആ ടിപ്പിന്ന് നമ്മൾ 18 കിലോമീറ്റർ ദൂരെയാണ് ശ്രീലങ്ക. പക്ഷെ എനിക്ക് അവിടെ നിന്നും കാണുന്നില്ല. അവിടെ നിന്നാൽ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത്. നോക്കാം. പിന്നെന്തോ ഗൾഫ് ഓഫ് മന്നാർ അങ്ങനെ എന്തോ സ്ഥലങ്ങളുണ്ട്, പക്ഷെ അവിടെ നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോകാനാണ് പ്ലാൻ. ഇവിടുത്തെ ഒരു കുറച്ച് സീൻസോ എന്താടാ, ഇവിടെ ഓൾറെഡി തിരക്കായി. എൻ്റെ പൊന്നു.
ഗൈസ് നമ്മളങ്ങനെ ഫൈനലി രാമേശ്വരമല്ലോ ധനുഷ്കോടിയിൽ എത്തിയിരിക്കുകയാണ്. ബാസി ഇവിടെ ഉണ്ട്. ബാസി ട്രൈപ്പോഡായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ടൈം ലാപ്സ് ആണോ ഫോട്ടോ ആണോ? നമ്മുടെ ക്യാമറ അവിടെ ഓൾറെഡി ടൈം ലാപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ്. നമ്മളൊരു 6 മണിയായി, 6:30 ആയപ്പോൾ ഇവിടെ എത്തിയതാണ്. അന്നേരം വലിയ തിരക്കില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉറുമ്പ് പോലെ ഇഷ്ടം പോലെ കാറുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് 1 ടൈമെങ്കിലും ഇവിടെ വരേണ്ട സ്ഥലമാണ് അല്ലേടാ ബാസി? കാരണം പ്രത്യേകിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റൈഡ്, ആ മെയിൻലാൻഡിൽ നിന്ന് ഐലൻഡിലോട്ട് കണക്ട് ചെയ്യുന്ന ആ റോഡിലുള്ള റൈഡാണ് ഒരു രക്ഷയില്ല. കാറ്റ് അങ്ങനെ സൺറൈസ് ആയി. ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ സൺറൈസ്. ബാസി അവിടെ സൺറൈസിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാനവിടെ ക്രൗഡായതുകൊണ്ട് പോയില്ല. ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഫ്രെയിം ചെയ്ത് ഷോട്ട് എടുക്കാൻ വേണ്ടി വിചാരിച്ചു. നമുക്ക് തിരിച്ചു പോവാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യം പറയുമ്പം ഈ ആംഗിളല്ല, മുഖത്ത് നോക്കി പറയുന്നതാണ് നല്ലത്. ഓക്കെ, വണ്ടി ഒന്ന് തിരിക്കാം. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം മറ്റൊന്നുമല്ല, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ബോയ്സ് ആൻഡ് ഗേൾസിനോടാണ് പറയാനുള്ളത്. കാരണം ഇങ്ങനത്തെ ഏരിയാസൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വന്ന് നേരിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഏരിയാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ യങ് ആൻഡ് കേപ്പബിൾ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ വന്ന് വിസിറ്റ് ചെയ്യണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ എപ്പോൾ ടൈം കിട്ടിയാലും ട്രാവൽ ചെയ്യണം. എനിക്കറിയാം ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ജോലി തിരക്കുണ്ടാവും, ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും, കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ഇതെല്ലാം കാരണം നിങ്ങൾക്ക് ഒഴിച്ചു വെക്കേണ്ടി വരും ഇതൊക്കെ. അത് പോയിൻ്റാണ്. എനിക്കുമുണ്ട്. പേഴ്സണലി ഐ എം വർക്കിംഗ് കോർപ്പറേറ്റ് എംപ്ലോയി, ബട്ട് ഐ എം ട്രൈയിങ് ടു ഫൈൻഡ് ടൈം ഫോർ ഓൾ ദീസ്. നിങ്ങൾക്കും പറ്റും. നിങ്ങൾക്ക് കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയുടെ കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, അങ്ങനെയൊക്കെ വരാം. പക്ഷെ വരണം. കാരണം ഇങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ നമുക്ക് ദൈവം ഒരുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ, അത് കാണാനുള്ള ഭാഗ്യവും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നമ്മളത് ഉപയോഗിക്കാതെ പോകുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ് വേസ്റ്റ്. അങ്ങനെ ഞാൻ പറയുള്ളൂ. അത് വല്ലാത്തൊരു നഷ്ടമായിരിക്കും. ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ്, ഒരുപാട് ഇതുണ്ടാവും. നമ്മൾ യങ് ഏജിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഹെൽത്തും ഇതൊക്കെ ഉണ്ടാവും. കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. പിന്നെ ഇതുപോലെ വ്ളോഗ്സൊക്കെ കാണാനേ പറ്റുള്ളൂ. അതൊന്ന് എന്നെഴുതി വ്ളോഗ് കാണാതിരിക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് നിങ്ങളോട് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഒരു ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ചെയ്തത്. കാരണം അതത്രയും ക്രൂഷ്യലാണ്. യങ് പീപ്പിൾ, യങ് ജനറേഷൻ ബോയ്സ് ആൻഡ് ഗേൾസിനോടാണ് അത് മെയിനായിട്ട് പറയാനുള്ളത്. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുക. യു ക്യാൻ ഫൈൻഡ് യുവർ സെൽഫ് വൈൽ യു എക്സ്പ്ലോർ, വൈൽ ട്രാവലിംഗ് എന്നല്ലേ പറയാറ്. അത് കറക്റ്റാണ്. നമ്മൾ ഒരുപാട് എന്താ പറയുക, സെൽഫ് റിലയൻ്റ് ആവും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ട്രാവൽ അറ്റ് എ യങ് ഏജ്. വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് കിഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ദ സ്റ്റോറി വിത്ത് ദം. അതുകൊണ്ട് അത് നോക്കുക. കാരണം ഒരുപാട് ഇന്ത്യക്കകത്ത് ലൊക്കേഷൻ, നിങ്ങൾ മോട്ടോർ സൈക്കിളിൽ തന്നെ വരണമെന്ന് ഞാൻ പറയില്ല. ബസ്സിലോ ട്രെയിനിലോ എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകണം. ദാറ്റ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു. എന്താടാ ഫോട്ടോ എടുക്കാൻ? ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഓക്കെ, ഡൺ. ഫോട്ടോ എടുക്കട്ടെ. നമ്മൾ വീണ്ടും ബീച്ചിൻ്റെ സൈഡിലേക്ക് പോവാണ്. 2 ഹെൽമെറ്റ് തൂക്കിക്കൊണ്ട് ബാസി. എൻ്റെ കയ്യിൽ ടാങ്ക് ബാഗ് ഉള്ളതുകൊണ്ട് പാവത്തിന് 2 ഹെൽമെറ്റ് കൊടുത്തിട്ട്. ധനുഷ്കോടിയുടെ യഥാർത്ഥ ബ്യൂട്ടി ഈ ബീച്ച് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ആ ടിപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ക്രൗഡാണ് അല്ലടാ. ക്രൗഡും വണ്ടികളും പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് പോയപ്പോഴും അധികം നമുക്ക് സൺറൈസ് ഒന്നും അത്ര നല്ല രീതിയിൽ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ലക്കില്ലായിരുന്നു. അല്ലെങ്കിൽ നല്ല സൺറൈസൊക്കെ അവിടെ വിറ്റ്നസ് ചെയ്ത ആൾക്കാരുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആൾക്കാരും വരാത്തൊരു സെക്ലൂഡഡ് പ്രൈവറ്റ് ബീച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ധനുഷ്കോടി. ഇവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല, ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളും പീസ്ഫുള്ളാണ്. നല്ല ബ്ലൂ കളർ ഓഷ്യൻ. ഇത് ഇന്ത്യൻ ഓഷ്യൻ.
ഇത് ഇന്ത്യൻ ഓഷനാണ്, ബ്ലൂ കളർ. അപ്പുറത്താണ് ബേ ഓഫ് ബംഗാൾ. സോ ബ്യൂട്ടിഫുൾ, വെരി വെരി ബ്യൂട്ടിഫുൾ. ബാസി ഇവിടുന്ന് സീഷെൽസ് ഒക്കെ കളക്ട് ചെയ്ത് സോവനീർ ആയിട്ട്. ആദ്യം നമ്മുടെ ക്ലച്ച് ലിവർ ആയിരുന്നു, ഇപ്പം സീഷെൽസ് ആയി. ധനുഷ്കോടിയോട് വിട പറയുകയാണ്. നല്ല വിഷമമുണ്ട് ഇത്രയും നല്ലൊരു സ്ഥലത്തു നിന്ന് തിരിച്ചു പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ. എന്തായാലും പോയേ പറ്റൂ, കാരണം നല്ല വിശപ്പുണ്ട്. പറയത്തക്ക വിധം നല്ല ഹോട്ടലുള്ളത്, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ചോദിച്ചപ്പോൾ നല്ല റെസ്റ്റോറൻ്റ് ഉള്ളത് ഒന്ന് ശരവണ ഭവൻ, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഗണേഷ് മെസ് എന്നും പറഞ്ഞ് 2 കടകളാണുള്ളത്. വെജ് ഓപ്ഷൻസ്. നോൺ വെജ് ആണെങ്കിൽ വേറെ കുറച്ച് ദൂരെ പോകണമെന്നാണ് പറഞ്ഞത്. അതായത് ടെമ്പിളിൽ നിന്ന് കുറച്ച് ദൂരെ പോകണം. പിന്നെ കഴിവതും ഈ വെജ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നോൺ വെജ് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കൂടുതലും വെജാണ് ഇവിടെ പോകുന്നത്, വിറ്റ് പോകുന്നത്. നോൺ വെജൊക്കെ ഇരുന്ന് പഴകിയതാണെങ്കിൽ പറയാൻ പറ്റില്ല എപ്പോൾ പണി കിട്ടിയെന്ന്. സോ ഓൾവേസ് പ്രിഫർ ടു ഗോ ഫോർ വെജ് ഇൻ രാമേശ്വരം. നമ്മൾ ഇന്നലെ രാത്രി കഴിച്ചത് ശരവണ ഭവനിൽ നിന്നാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാനൊരു ഗീ റോസ്റ്റും ഇവൻ ഒരു ഷെഷ്വാൻ നൂഡിൽസുമാണ് കഴിച്ചത്. 2 കൊള്ളായിരുന്നു. ബസ്സേ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ രാമേശ്വരത്തുനിന്ന് വിട പറയുകയാണ്. ബൈക്കൊക്കെ ലോഡായി ഫുള്ള്. ബാസിത അവിടെ വിയറ്ററ ക്ലോമിനിയൊക്കെ ലോഡ് ചെയ്തിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അടുത്ത നമ്മൾ പോകുന്നത് കുറച്ച് കോടയും നല്ല പിക്ചറസ്ക് ആയിട്ടുള്ള ലൊക്കേഷനിലാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് മറ്റെവിടെയുമല്ല, കൊടൈക്കനാലിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊടൈക്കനാൽ ഞാൻ പണ്ട് കാറിൽ പോയൊരു ഓർമ്മയേ ഉള്ളൂ, ബൈക്കിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. എന്തായാലും ചൂട് കുറേ കൊണ്ട് ഇനി കുറച്ച് തണുപ്പ് കൊള്ളാൻ വേണ്ടി പോക്കാം. നല്ല ഹോട്ടലായിട്ടോ ഇത്, ഭൈരവ. നല്ല സ്റ്റേ ആയിരുന്നു. നിങ്ങൾക്കും ഇവിടെ വരുമ്പോൾ ഇത് ഓപ്റ്റ് ചെയ്യാം. 200 സംതിങ് കിലോമീറ്ററാണ് നമുക്കുള്ളത് ആകെ മൊത്തം. പക്ഷേ 6 hours എന്തോ കാണിക്കുന്നുണ്ട്. ഇന്നലത്തെ അത്രയും ടൈമും കിലോമീറ്ററൊന്നും ഇല്ല, ഡിസ്റ്റൻസൊന്നും ഇല്ല. ബട്ട് സ്റ്റിൽ വീണ്ടും വെയിലത്താണ് നമ്മൾ ഇറങ്ങുന്നത്. അത് നമ്മൾ രാവിലെ ധനുഷ്കോടിയൊക്കെ പോയി വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് നല്ല സമയം പോയി. ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് നല്ല സമയം പോയി. ഗൂഗിൾ മാപ്പ് അകത്തൊക്കെയുള്ള ഊട് വഴിയൊക്കെ കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ നല്ല തിരക്കാട്ടോ. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അതായത് മനുഷ്യർ, ഓട്ടോ, കാറ്, ലോറി, ടാക്സി, പട്ടി, പന്നിയുണ്ട്. എന്താ എപ്പോഴാണ് കുറുകെ ചാടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് ടെമ്പിൾ. ഇത് വെസ്റ്റ് ടവർ എൻട്രൻസ് ആണ്. 4 ടവർ എന്തോ ഉണ്ട്. ഇതാണ് ഗണേഷ് മെസ്. ഇതായി കാണുന്നത്. ഇത് നല്ല ഹോട്ടലാണ്. കഴിച്ചിട്ടില്ല, പക്ഷേ നല്ല ഹോട്ടലാണ്. ഇത് ഇവിടെ നിന്നാണ് ഞങ്ങൾ കഴിച്ചത്. ഹോട്ടൽ ശരവണ ഭവൻ, വെസ്റ്റ് ടവറിൻ്റെ നേരെ മുമ്പിൽ. അവിടെ നല്ല ഫുഡായിരുന്നു. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് ഫുഡ് ഓപ്ഷൻസ്. നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു വന്നത്. പാമ്പൻ പാലം വീണ്ടും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ നട്ടുച്ചയ്ക്ക് പാമ്പൻ പാലം വലിയ സുഖം ഉണ്ടാവില്ല. ഇന്നലെ വന്നതായിരുന്നു സീൻ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ നേരത്തെ വ്ളോഗ് പോയി കാണുക. വളരെ വളരെ മെസ്മറൈസിങ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. ദയവീത് നിങ്ങൾ ആ വ്ളോഗ് ഒന്ന് പോയി കാണുക. കാരണം അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും ഇങ്ങോട്ട് വരാനായിട്ട്. മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഒന്ന് പാമ്പൻ ബ്രിഡ്ജും രണ്ടാമത്തെ ധനുഷ്കോടിയാണ്. രാമേശ്വരത്ത് പിന്നെ ഓഫ്കോഴ്സ് സ്പിരിച്വൽ ട്രിപ്പിന് വരുന്നവർക്ക് നല്ലതാണ്. ഞങ്ങൾ അമ്പലത്തിൽ നിന്നും പോകാൻ പറ്റിയില്ല. വി വർ ഷോർട്ട് ഓൺ ടൈം. നമുക്ക് ഒരുപാട് സമയമില്ല. ഇപ്പോൾ പോകുന്നത് തന്നെ കൊടൈക്കനാലിൽ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ 2 ദിവസം ടൈം സ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ കാണാൻ ഒരുപാടുണ്ട്. പാമ്പൻ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വന്ന പോലെയല്ല പാലം. കുറച്ചുകൂടെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ് ഈ പാലം ഓരോ സമയത്തും തരുന്നത്. ഐ മീൻ ലുക്ക് അറ്റ് ഇറ്റ്.
നമ്മുടെ നാട്ടിലൊക്കെ കടലിൻ്റെ കളറ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഐ മീൻ ഈ കടലിൻ്റെ കളറിൽ എന്തോ ഒരു വ്യത്യാസം പോലെ തോന്നുന്നു ഇവിടെ വന്നപ്പോൾ. അതായത് നമ്മുടെ നാട്ടിൽ ഇതെന്തോ മനുഷ്യനെ കൊല്ലൂ. നമ്മുടെ നാട്ടിലൊരു ഡിഫറെൻറ്റ് സാച്ചുറേഷനാണ് ഈ വെള്ളത്തിന്, കടലിലെ വെള്ളത്തിന്. ഇവിടെ എന്തോ ഒരു പ്രത്യേകത, ഒരു സയാൻ എന്നാണോ ഈ കളറിനെ വിളിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇന്നലെ നമ്മൾ വന്ന സമയം കറക്റ്റായിരുന്നു. ട്രെയിനിനെയും കാണാൻ പറ്റി, ആ ഒരു സൺസെറ്റ് കഴിഞ്ഞെങ്കിലും ആ ഒരു ഹൊറൈസൺ അവിടെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു വേറെ വൈബായിരുന്നു അല്ലേ. വന്നപ്പം ഇരുട്ടായതുകൊണ്ട് ഈ സൈഡൊന്നും നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെയൊക്കെ കുറേ കോസ്റ്റൽ ഏരിയാസും വീടുകളൊക്കെ ഉണ്ട്. എത്ര ബോട്ടുകളാണ്. ഇവരെല്ലാം റിലൈ ചെയ്യുന്ന ഫിഷിങ്ങിൽ തന്നെ ആയിരിക്കണം. അഫ്കോഴ്സ് നമ്മുടെ വിഴിഞ്ഞത്തൊക്കെ ഉള്ള പോലെ തന്നെ. നട്ടുച്ചയാണെങ്കിൽ ആൾക്കാർ ഇത് വിസിറ്റ് ചെയ്യുന്ന എണ്ണത്തിൽ യാതൊരു പഞ്ഞവും ഇല്ല കേട്ടോ. ചൂട് കൊണ്ടാലും വേണ്ടിയില്ല, വന്ന് കാണാമെന്നുള്ള രീതിയിൽ പോവാ. എനിവേ ഞങ്ങൾ റിയലി റൈഡ് എൻജോയ് ചെയ്തു. അപ്പാർട്ട് ഫ്രം ദ ഇനിഷ്യൽ ഹിക്കപ്പ് ദറ്റ് വി ഹാഡ് സ്റ്റാർട്ടിങ്ങിൽ, ജസ്റ്റ് നിങ്ങൾ നേരത്തെ വ്ളോഗ് നോക്കിയാൽ അറിയാം. ബാസി എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന റൈഡർ, അവനൊന്ന് ചെറുതായിട്ട് വീണായിരുന്നു. അതൊഴിച്ച് കഴിഞ്ഞാൽ വി എൻജോയ്ഡ് എവറി ബിറ്റ് ഓഫ് ദ റൈഡ്. അതും പിന്നെ ചൂടത്ത് ഇങ്ങോട്ട് വന്ന വഴിയും ഞങ്ങൾ എൻജോയ് ചെയ്തില്ല. അതൊഴിച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് ഇറ്റ് വാസ് ആബ്സല്യൂട്ട്ലി. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റൈഡ് എന്തായാലും കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനിലേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ കൊടൈക്കനാൽ. എത്ര മണിയായി? 1 മണിയായി. നമ്മൾ 11 മണിക്ക് റൂമിൽ നിന്ന്, ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം ബോഗലൂർ ടോൾ പ്ലാസ എന്ന് പറയുന്ന ടോൾ പ്ലാസയിൽ കരിക്കും പൊടിച്ചുകൊണ്ടിരിക്കും. ബാസി ആദ്യം പെട്രോൾ അടിക്കും. ഇവിടെ ഉണ്ടോ? ഓ, സോ കൈൻഡ് ഓഫ് യു. അപ്പുറത്തും പെട്രോൾ. എന്നാ മായം കലരാത്ത കുറച്ച് പെട്രോൾ അടിക്കുന്നതിന് മാത്രം ഒരു പഞ്ഞവും ഇല്ല. അടിയോടെ മൈലേജ് ഒരു 28-30. പെട്രോൾ അടിച്ച് അണ്ണൻ ചോദിക്കുക, ഓൾ ഇന്ത്യ ടൂറാണോ അതോ സൗത്ത് ഇന്ത്യ ആണോ? ഞാൻ പറഞ്ഞു തമിഴ്നാട് മാത്രം. അവർക്കറിയില്ലല്ലോ നമ്മൾ ഉള്ളതും കൊണ്ടൊരു ചെറിയ ട്രിപ്പ് നടത്തുകയാണെന്നുള്ളത്. സൗത്ത് ഇന്ത്യ ട്രിപ്പാണോ ഓൾ ഇന്ത്യ ട്രിപ്പാണോ എന്ന് അതിൽ കുറഞ്ഞൊന്നുമില്ല. നമ്മൾ ആ 2 സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ടാണ് ഇറങ്ങി തിരിച്ചത്. നമുക്ക് മനസ്സിലാക്കാം ആൾക്കാർ എന്തോ ഒരു യൂട്യൂബൊക്കെ കാണുന്നുണ്ടെന്നുള്ളത്. യൂട്യൂബ് തുറന്നാൽ എവിടെ ചെന്നാലും സൗത്ത് ഇന്ത്യ ട്രിപ്പ്, ഓൾ ഇന്ത്യ ട്രിപ്പ്, ഇത്ര സമയം കൊണ്ട് ഇത്ര കിലോമീറ്റർ കവർ ചെയ്തു, അത് ഇത് എന്നൊക്കെയാണല്ലോ. നമ്മളെപ്പോലെയുള്ള പാവങ്ങൾ പിടിച്ച് വയ്ക്കുവോടെ. നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, സബ്സ്ക്രൈബേഴ്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്കും നല്ല ഉപകാരമായിരുന്നു. നമുക്കുണ്ട് ആഗ്രഹം ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പോകാൻ. സഹായിക്കുമോ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണേ. ഓക്കെ. അമ്മച്ചി എന്തോ നോക്കുന്നു. ഇതെന്തൊരു സാധനമെന്നാണ് അമ്മച്ചി നോക്കണം. നിങ്ങൾക്ക് ഇൻലൈൻ 4 സിലിണ്ടറിൻ്റെ ശബ്ദം കേൾക്കണം. എന്താ കേട്ടോ? 2 സിലിണ്ടർ ഇൻലൈൻ 4. അയ്യോ, ലൈനില്ല. ഇൻലൈൻ 4 സിലിണ്ടർ. ഇടയ്ക്ക് ഇതുപോലെ ചളിയൊക്കെ അടിച്ചിലേക്ക് എന്ത് ത്രില്ല്. ഇതൊരു ബാസിയുടെ ബാഗ് വിയറ്ററ ക്ലോ മിനി. അതിങ്ങനെ പിടിച്ചു വയ്ക്കും, തറച്ച് വയ്ക്കും. പേര് പോലെ തന്നെ ക്ലോ ആയിട്ട് ഇങ്ങനെ തറച്ച് സീറ്റിൻ്റെ പുറത്ത് പിടിച്ചിരിക്കും. എൻ്റെ കയ്യിലുള്ളത് റൈനോക്സ് ഗ്രാബ് എന്ന് പറഞ്ഞിട്ടൊരു ടെയിൽ ബാഗാണ്. അത് യൂണിവേഴ്സൽ ടെയിൽ ബാഗാണ്. ഏത് ബൈക്കിനും വയ്ക്കാം. പണ്ട് എനിക്കൊരു
ഞാൻ പറഞ്ഞല്ലോ CBR 250R ദ ലെജൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാഗാണ്. ഇപ്പം ഏകദേശം എന്താ 6-7 കൊല്ലമായി ബാഗ്. ഇപ്പോഴും നല്ല കണ്ടീഷനാണ്. അത് വയ്ക്കുമ്പോൾ തന്നെ വാട്ടർ പ്രൂഫാണ്. അതിൻ്റെ പുറത്തൂടെ കവറൊന്നും ഇടണ്ട. കവർ അവർ തരുന്നുണ്ട്, ഒരു കവർ തരുന്നുണ്ട്, അത് ചെളിയൊന്നും തെറിക്കാതിരിക്കാൻ. അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വാട്ടർ പ്രൂഫാണ്. പക്ഷെ ആ ബാഗ് വിയറ്ററ ക്ലോമിനിയിൽ റെയിൻ കവർ ഇട്ടാലേ വാട്ടർ പ്രൂഫ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മളിനി കൊടൈക്കനാൽ കയറുമ്പോൾ അവിടെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെന്ന് പറയും. ചെറിയ മഴയൊക്കെ അത് റെസിസ്റ്റ് ചെയ്യും. പക്ഷെ നല്ല കുത്തി ഒലിക്കുന്ന മഴയാണെന്നുണ്ടെങ്കിൽ അത് ചിലവാകില്ല. ഊട്ടി ട്രിപ്പ് 2 മാസം മുന്നേ പോയായിരുന്നു നമ്മൾ രണ്ടുപേരും തന്നെ. അന്ന് ഭയങ്കര മഴയായിരുന്നു. ഈ ബാഗിൻ്റെ അകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങിയില്ല. ലാപ്ടോപ്പും ക്യാമറയും DSLR എല്ലാം ഉണ്ടായിരുന്നു ബാഗിനുള്ളിൽ. ഒരു തുള്ളി വെള്ളം ഇറങ്ങിയില്ല. എവറിത്തിങ് വാസ് സെയിം. ഇപ്പോൾ ഒരു പ്രോപ്പർ ലഗേജ് സെറ്റപ്പ് മച്ചാനുണ്ട്. അത് കാണാൻ നല്ല ലുക്കും ഉണ്ട്. ആ ബാക്കിലെ 2 റിഫ്ലക്റ്റേഴ്സും നൈറ്റിൽ നല്ല ഗുണം ചെയ്യും വിയറ്ററ ക്ലോമിനിയുടെ. നമ്മുടെ ബാഗിൻ്റെ ബാക്കിന് റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ അത് പഴകിയുണ്ട്. അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷനൊക്കെ പോയി. ഇപ്പം 6-7 കൊല്ലമായില്ലേ, എന്നാലും അത് ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ട് ഇപ്പോഴും നല്ലോണം. അടിപൊളി ബാഗാണ്. ഇത് 65 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്, അത് 45 ലിറ്റർ കപ്പാസിറ്റി. അതാ ആ എനിക്ക് ഉറക്കം വന്നായിരുന്നു. அங்கே ட்ரிவாண்ட்ரம். என்ன பண்ணுறீங்க? திருப்பூரம். திருப்பூரம் அந்த மதுரை, நியர் மதுரை. மதுரையா? எத்தனை கிலோமீட்டர்? இங்கேருந்து ஒரு 20 கிலோமீட்டர். மதுரை ஒரு 30 இருக்கும். സർവേ பண்ணுறீங்களா? സർവേ பண்ணுறீங்களா? അപ്പൂപ്പൻ ഇന്ന് കമ്പനിയാവാൻ വന്നതാ. എന്താണ് ഇവിടെയാണ് പോകുന്നത്? സർവേ പണ്ണുങ്ങളാന്നൊക്കെ ചോദിച്ചു. എന്ത് സർവേ മനസ്സിലായില്ല. സർവേ ധൈര്യമാവട്ടെ. നമ്മൾ മധുരൈ ടൗൺ വഴി ഗൂഗിൾ മാപ്പ് ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഏതോ ഒരു ബൈപ്പാസ് ഉണ്ട്, അത് പിടിച്ചാലേ നമുക്ക് കൊടൈക്കനാലിൽ കയറാൻ പറ്റൂ. ഈ കാണുന്ന ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു തരിശു ഭൂമി അല്ല, അത് ആക്ച്വലി ഒരു റിവറാണ്, വൈഗൈ റിവർ. അത് ഉണങ്ങി വരണ്ട് പോയി ചൂട് കാരണം. കുറച്ചൊക്കെ വെള്ളമുണ്ട്. വൈഗൈ റിവർ. ഗൈസ്, നമ്മളിപ്പോൾ മധുരൈ ഷെൽ പെട്രോൾ പമ്പിൽ നിന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മണി 3:30 എത്ര ഇതിലുണ്ടല്ലോ? 4:15. 4:15 4:15 ഫുഡ് അടിക്കുന്നത്. ലഞ്ച് കഴിക്കുന്നത്. ഇതിൽ സമയമില്ല, അത് ഡ്യൂറേഷനാണ്. അങ്ങനെ നമ്മൾ ഷെൽ മധുരയിൽ നിന്ന് നല്ലൊരു ബ്രേക്ക് എടുത്തു. ഏകദേശം 3/4 മണിക്കൂർ എടുത്തെന്ന് തോന്നുന്നു. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നു. 4 മണിയായപ്പോഴാണ്, 3:45 4 മണിയായപ്പോഴും ഇവിടെ വന്ന് സാൻഡ്വിച്ചും എഗ് റാപ്പും കഴിച്ചത്. എഗ് റാപ്പും കൊള്ളാം, സാൻഡ്വിച്ചും കൊള്ളായിരുന്നു. വലിയ വില ഉണ്ടായിരുന്നില്ല. 140 രൂപ ആണ് രണ്ടിനും ആയത്. ഈച്ച് എഗ് റാപ്പിനും പനീർ റാപ്പിനും സെപ്പറേറ്റ്. പിന്നെ പാസി ഒരു മോൺസ്റ്ററൊക്കെ വാങ്ങിച്ചു. മോൺസ്റ്റർ ഉണ്ടെങ്കിലേ മച്ചാൻ അതുവരെ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ആയി. അങ്ങനെ അവനൊരു കുപ്പി മോൺസ്റ്റർ വാങ്ങിച്ചു, എനർജി ഡ്രിങ്ക്. നല്ലതാണെന്ന് തോന്നുന്നു. അത് കുടിച്ചാൽ അതുവരെ എത്തും. ഞാൻ കുടിച്ചില്ല, ഞാനൊരു കപ്പ് കാപ്പി കുടിച്ചു. ഇനി നമുക്ക് 3 hours 10 minutes അങ്ങനെ എന്താണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും കന്യാകുമാരി ശ്രീനഗർ ഹൈവേയിലേക്ക് കയറി. ഇവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ട്രിവാൻഡ്രത്ത് നിന്ന് ഈ ഹൈവേ കയറിയിട്ടാണ് പിന്നെ നമ്മൾ തൂത്തുക്കുടിയിലേക്ക് തിരിഞ്ഞത്, രാമേശ്വരം പോകാനായിട്ട്. അഗെയിൻ മധുരൈ വഴി നമ്മൾ തിരിച്ച് ഈ ഹൈവേ തന്നെ കയറി. ഈ ഹൈവേ നിന്നാണ് പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഡൈവേർഷൻ എടുക്കണം, വത്തലകുണ്ട് ആ റോഡിലേക്ക്. അതുവഴിയാണ് കോടായിലേക്ക് പോകുന്നത്. കൊടൈക്കനാൽ 46 കിലോമീറ്ററുള്ളി ചുരം കയറി തുടങ്ങിയെന്ന് തോന്നുന്നു ഗൈസ്. വ്യൂ ഉണ്ടോ? നമ്മൾ മുകളിൽ കയറുന്നുണ്ട് കേട്ടോ. നല്ല ഹൈറ്റിലെത്തി ഇത്ര പെട്ടെന്ന്. പക്ഷെ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. തണുപ്പില്ലാന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് ഫ്രീ ഫോറസ്റ്റ്. അത് പറഞ്ഞപ്പോഴാണ്. ദയവ് ചെയ്ത് എല്ലാവരും പറയാറുള്ള പോലെ തന്നെ
വരുമ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നെങ്കിൽ അതേപോലെ തന്നെ തിരിച്ച് കൊണ്ടുപോവുക. അവിടെ ഇവിടെ ഇട്ട് വൃത്തികേടാക്കരുത് നമ്മുടെ സ്ഥലങ്ങൾ. നമ്മൾ സൂക്ഷിച്ചാലേ സ്ഥലങ്ങൾ ഇതുപോലെ നിലനിൽക്കും. നമുക്ക് അടുത്ത ജനറേഷന് ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും അതേ ഭംഗിയോടുകൂടെ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് പൊല്യൂഷനും കാര്യങ്ങളും കൊണ്ട് സ്ഥലങ്ങളെല്ലാം ഇല്ലാതാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഏരിയാസ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും ഇല്ലാതാക്കരുത് എന്നൊരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. എവിടെ പോയാലും ബി സെൻസിബിൾ, ബി സിവിൽ അബൌട്ട് ഓൾ യുവർ ആക്ഷൻസ്. നല്ല കിടത്താൻ പറ്റിയ റോഡ്. മഞ്ഞാർ ഡാം വ്യൂ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റാണ്. ഇവിടെ നോക്കിയാൽ അടിപൊളി വ്യൂ ആണ്. അവിടെ നിന്ന് വണ്ടി വരുന്നതൊക്കെ കാണാം. അതാണ് ഡാം, മഞ്ഞലാർ ഡാം. ഈ ക്യാമറയിൽ കാണാൻ പറ്റുമോ അറിയില്ല. നല്ല ശാന്തമായ സ്ഥലം. ഇവിടെ ഇങ്ങനൊരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ നിന്ന് കാണാൻ പറ്റും. വ്യൂ പോയിന്റാണ്. നമ്മൾ കുറച്ച് മുന്നോട്ടായി പോയി, തിരിച്ചു പോകണ്ട. നമ്മൾ ചായ കുടിക്കാൻ ഒരിടത്ത് നിർത്തി. വ്ളോഗൊന്നും ചെയ്തില്ല, അവിടെ വലിയ സുഖമില്ലായിരുന്നു, ചെറിയൊരു പെട്ടിക്കടയായിരുന്നു. ചായ കുടിച്ചപ്പോൾ ഒരു ഉണർവ് വന്നു. ബാസി ബാക്കിലുണ്ട്. എൻ്റെ കയ്യിൽ ഓക്സ് ലൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ബാക്കിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ അവന് സൈഡ് മിററിൽ നിന്ന് ഭയങ്കരമായിട്ട് ഗ്ലെയർ അടിക്കും. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കയറി. അവന് ഓക്സ് ലൈറ്റ് ഇല്ല, അതുകൊണ്ട് എൻ്റെ ഓക്സ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ അവൻ ഫോളോ ചെയ്ത് വരുക. നമുക്കിനി 30 കിലോമീറ്റേഴ്സാണ് കൊടൈക്കനാലുള്ളത്. വെരി എക്സൈറ്റഡ്. ഇന്നെന്തായാലും ഒരിടം പോകില്ല, ഫുഡ് കഴിക്കുക, കിടക്കുക എന്നുള്ളതേ ഉള്ളൂ. നാളെ നമ്മൾ ഫുള്ള് കൊടൈക്കനാൽ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും നല്ല ടയേർഡാണ്. രാവിലെ രാമേശ്വരം ധനുഷ്കോടി പോയിട്ട് വൈകുന്നേരം എന്താ ഇപ്പം കൊടൈക്കനാൽ എത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ. എനിക്ക് തോന്നുന്നു അവരത് വളയ്ക്കാൻ വേണ്ടിയിട്ട്, വണ്ടി വളയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്, എളുപ്പത്തിനല്ല ചെയ്യാൻ വേണ്ടിയിട്ട് വലത്തോട്ട് കയറി വരുന്നു. നമുക്കും ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനൊരു വളവ് കയറി വന്നിട്ട് പെട്ടെന്നൊരു വണ്ടി കാണുക എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് നിർത്തുക എന്നുള്ളതേ ഉള്ളൂ ബെസ്റ്റ് ഓപ്ഷൻ. ഗൈസ്, ഈ ചുരത്തിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ പേര് എനിക്ക് വലിയ പിടിയില്ല. നല്ല പേടിപ്പെടുത്തുന്ന ചുരം കേട്ടോ. അതായത് എന്താ പറയുക, ഒരു ഹോണ്ടഡ് ഫീലിംഗ് അടിക്കുന്നുണ്ട്. ഈ സുമതി വളവ് സിനിമയിലൊക്കെ ഉള്ള പോലത്തെ ഒരു വൈബ് എന്തോ വരുന്നുണ്ടല്ലോ. പോലീസാണ്, ആംബുലൻസ്. എൻ്റെ മോനി, മരം പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് പേടിച്ച്. വികൃതമായ രൂപം. ഓ മൈ ഗോഡ്. ബാസിയെ കാണുന്നില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ. ബാസിയ ബസ്സിൻ്റെ ബാക്കിൽ പെട്ടോ എന്ന് തോന്നുന്നു. സുമതി വളവ് തന്നെ ഇത്. ഒരു ബസ്, ഭാഗ്യം, ഒരു ബസ്, ഒരു കാറും. വണ്ടികൾ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. MHE ഗുരുസാരഥി. ഇവിടെ സ്പൂക്കി ബോർഡും. ഗുരുസാരഥി, ഗുരുസതി, സതി. വല്ലാത്തൊരു റോഡ് തന്നെ. കൊടൈക്കനാൽ 15 കിലോമീറ്റർ. ബാസി കയറിപ്പോകുന്നു. ചെറുതായിട്ട് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. കയ്യിലൊക്കെ നല്ല തണുപ്പാണ് അടിക്കുന്നത്. കയ്യൊക്കെ
കൊടൈക്കനാലിലെ തണുപ്പും മഞ്ഞും കുളിരുമൊക്കെ കൊണ്ട് ഹോട്ടലിലെത്തിയതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. വ്ളോഗ് ചെയ്യാനോ നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനോ ഉള്ള ആരോഗ്യമുണ്ടായിരുന്നില്ല. ചെന്നു, ബൈക്ക് പാർക്ക് ചെയ്തു, ലഗേജെല്ലാം ഊരി വെച്ചു, നല്ലോണം ഒന്ന് കുളിച്ചിട്ട് കട്ടിലിൽ പോയി കിടന്നതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഈ യാത്ര കടലമ്മയുടെ കൈകളിൽ നിന്നും മലമുകളിലേക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഗിഫ്റ്റ് ചെയ്തത്.